ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ലോയായ കൂളംസ് ലോ പഠിച്ചു. നമുക്കറിയാം, കൂളംസ് ലോ രണ്ട് പോയിൻ്റ് ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനാണ് തരുന്നത്. എന്നാൽ രണ്ടിലധികം ചാർജുകൾ ഉള്ള സാഹചര്യങ്ങൾ വന്നാൽ അതിനെ നമ്മൾ പറയുക സിസ്റ്റം ഓഫ് ചാർജസ് എന്നാണ്. ഒരു സിസ്റ്റം ഓഫ് ചാർജ് കാരണം ഒരു പോയിൻ്റിലിരിക്കുന്ന ചാർജിന് മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എങ്ങനെ കാണും? ആ ഫോഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് തരുന്ന ലോയാണെന്ന് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഓക്കെ, വാട്ട് ഈസ് ദ ഫോഴ്സ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്? അതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രോബ്ലം. അതായത് ഒന്നിലധികം ചാർജുകളുടെ ഒരു കളക്ഷൻ കാരണം മറ്റൊരു പോയിൻ്റിലിരിക്കുന്ന ചാർജിന് മേൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കാകെ അറിയാവുന്നത് നിലവിൽ കൂളംസ് ലോ മാത്രമാണ്. കൂളംസ് ലോയ്ക്കാകട്ടെ രണ്ട് പോയിൻ്റ് ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ പറ്റി പറയാൻ മാത്രമേ കഴിയുള്ളൂ താൻ. അപ്പോൾ ഞാൻ ഈ സാഹചര്യം, സിസ്റ്റം ഓഫ് ചാർജ് എന്നുള്ള സാഹചര്യം സ്കിമാറ്റിക്കലി ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം. നോക്കിക്കോളുക. ഇതവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റിൽ ഒരു ചാർജ് ഉണ്ട്. ലെറ്റ്സ് സേ Q1. ഓക്കെ, Q1 ചുറ്റും നിരവധി ചാർജുകളുണ്ട്. Q2, Q3, Q4, Q5, Q6, അങ്ങനെ 6 ചാർജുകളുണ്ട്. അപ്പം ഇതൊരു സിസ്റ്റം ഓഫ് ചാർജാണ്. ഈ പച്ച നിറത്തിൽ നമ്മൾ വരച്ചിരിക്കുന്നത് ഒരു സിസ്റ്റം ഓഫ് ചാർജാണ്. അതിനകത്തുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള മറ്റൊരു പോയിൻ്റായ ഈ കാണുന്ന പോയിൻ്റിൽ ഒരു ചാർജ് ഇരിപ്പുണ്ട്, Q1. അപ്പോൾ നമുക്കറിയേണ്ടത് ഈ Q1 മേൽ ഈ സിസ്റ്റം ഓഫ് ചാർജ് കാരണം അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നമ്മളുടെ അടുത്ത് Q1 മേൽ Q2 കാരണം മാത്രമുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം. ദാറ്റ് ഈസ് കൂളംസ് ലോ, 1/4πε0 Q1 Q2 R12. പക്ഷെ ഇവിടെ ഒരു ചാർജ് അല്ല, ഒന്നിലധികം ചാർജുകൾ ഉണ്ട് എന്നതാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കേണ്ട എക്സ്പ്ലനേഷൻ നമുക്ക് തരുന്ന ലോയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പ്രകാരം, according to principle of superposition, the net force on any charge due to a system of charge is the vector sum of force due to individual charges taking one at a time. അതായത് ഏതെങ്കിലും ഒരു ചാർജിനു മേൽ ഒരു സിസ്റ്റം ഓഫ് ചാർജ് കാരണം അനുഭവപ്പെടാൻ പോകുന്ന ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ചാർജുകൾ കാരണമുണ്ടാകുന്ന ഫോഴ്സുകളുടെ വെക്റ്റർ സമാണ്. അതായത് ഓരോ ചാർജും കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് നമ്മൾ സെപ്പറേറ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വെക്റ്റർ സം എടുത്താൽ മതിയാകും. അവിടെയും ശ്രദ്ധിക്കണം, ടേക്കിംഗ് വൺ അറ്റ് എ ടൈം. ഓരോ ഫോഴ്സുകൾ വെച്ച് പരിഗണിക്കണം. ഓരോ ജോഡി ചാർജുകൾ വെച്ചുള്ള ഫോഴ്സ് നമ്മൾ ആദ്യം പരിഗണിക്കണം. എന്നിട്ട് ആ കിട്ടുന്ന ഫോഴ്സിൻ്റെയൊക്കെ വെക്റ്റർ സം എടുത്താൽ ഈ സിസ്റ്റം ഓഫ് ചാർജ് കാരണം ഈ ചാർജിലുണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫിഗർ അല്പം കൂടെ ഡീറ്റെയിൽസ് ചേർത്ത് കംപ്ലീറ്റ് ചെയ്യാം. Q1 നിന്നും Q2 ദൂരം R12, അതുപോലെ Q1 നിന്നും Q3 ദൂരം R13, to Q4 R14, Q5 R15, Q6 R16. അപ്പോൾ ഓരോ ചാർജുകളും നമ്മുടെ Q1 നിന്നും എത്ര ദൂരെയാണെന്നുള്ളത് നമ്മളുടെ പൊസിഷൻ വെക്ടർ വെച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഡയറക്ഷൻ പറഞ്ഞാൽ, ഇപ്പോൾ Q1 നിന്നും Q2 R12 അങ്ങനെ ഒരു ഡയറക്ഷനും കൂടി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുമ്പോൾ ഈ ചാർജുകളുടെ നേച്ചറിനെ പറ്റി സംസാരിക്കുന്നില്ല. നമുക്ക് ആ മാഗ്നിറ്റ്യൂഡിനെ പറ്റിയാണ് നമുക്ക് ഇപ്പോൾ സംസാരിക്കാനുള്ളത്. വെക്റ്റർ സം എടുക്കുക എന്ന വാക്കിനുള്ളിൽ അവയുടെ ഡയറക്ഷൻ എന്താണെന്നുള്ളതും കൂടെ ഉൾക്കൊണ്ടിട്ടുണ്ട്.
ഇനി നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഓരോ ജോഡി ചാർജുകളും തമ്മിലുള്ള ഫോഴ്സ് ആദ്യം കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഒടുവിൽ അതിൻ്റെ എല്ലാം വെക്റ്റർ സം എടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഓരോ ജോഡിയുടെ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളല്ലേ. കൂളംസ് ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ Q1ഉം Q2 മാത്രമാണ് പരിഗണിക്കുന്നതെങ്കിൽ ബാക്കി ഇവരെല്ലാം അങ്ങ് മറന്നു കളഞ്ഞാൽ Q1നും Q2നും ഇടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അത് കൂളംസ് ലോ ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. അതിനുശേഷം നമ്മൾ Q1ഉം Q3യും എടുക്കണം. അപ്പോൾ Q2 ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ ഫോഴ്സുകളെ പറ്റി മറക്കുക. എന്നിട്ട് ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് മാത്രം കാണുക. അത് നമുക്കറിയാം. അപ്പോഴും എന്ത് തന്നെയാണ്? കൂളംസ് ലോ തന്നെയാണ്. അങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ച് ഒടുവിൽ വെക്റ്റർ സം എടുത്താൽ മതിയാവും. റൈറ്റ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഫിഗർ ഒരല്പം വെബ്സൈറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് നമുക്ക് ഇക്വേഷൻ എഴുതാനുള്ള എളുപ്പത്തിന്. റൈറ്റ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിഗണിക്കാം. ഫസ്റ്റ് വിൽ കൺസിഡർ F12 വെക്റ്റർ F12. അവിടെ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ Q1 മേൽ Q2 എന്ന ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 R12 then R12 ക്യാപ്. ഓക്കെ അല്ലേ? കൂളംസ് ലോ ആണ്. അപ്പോൾ നമുക്ക് ഈ ജോഡി ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കിട്ടി. ഇനി ഇയാളെ മറക്കണം, ഇയാളെ എടുക്കണം. സോ ദ നെക്സ്റ്റ് ഫോഴ്സ് വുഡ് ബി F13 ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q3 R13 R13 ക്യാപ്. ഓക്കെ അല്ലേ? റൈറ്റ്. ഇങ്ങനെ താഴേക്ക് ഓരോ ഇക്വേഷനും എഴുതുകയാണ്. F14 ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q4 R14 R14 ക്യാപ്. F15 ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q5 R15 R15 ക്യാപ്. The last force F16 is equal to 1/4πε0 Q1 Q6 R16 R16 ക്യാപ്. ക്ലിയർ അല്ലേ? നമ്മൾ ഓരോ ജോഡി ഫോഴ്സുകളിലും ഓരോ ജോഡി ചാർജുകൾക്കും ഇടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടുപിടിച്ചു. ഇനി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താ പറയണത്? ടോട്ടൽ ഫോഴ്സ് കാണാൻ ഇവയുടെ വെക്റ്റർ സം എടുത്താൽ മതി. പിന്നെ നമ്മൾ എഴുതുന്നത് വെക്റ്റർ സം ഇക്വേഷനാണ്. അപ്പോൾ താഴേക്ക് എടുത്തെഴുതാം. ടോട്ടൽ ഫോഴ്സ് വെക്റ്റർ F ഈസ് ഈക്വൽ ടു വെക്റ്റർ F12 പ്ലസ് വെക്റ്റർ F13 പ്ലസ് വെക്റ്റർ F14 പ്ലസ് വെക്റ്റർ F15 പ്ലസ് വെക്റ്റർ F16. ശരിയല്ലേ? ശരിയല്ലേ? മുകളിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഓരോ ടേംസും തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. F12 F13 14 15 16 അവയുടെ വെക്റ്റർ സം എഴുതിയാൽ നമുക്ക് നെറ്റ് ഫോഴ്സ് കിട്ടും. വേണമെങ്കിൽ നെറ്റ് നമ്മൾ എഴുതാം. F നെറ്റ് ടോട്ടൽ ഫോഴ്സ്. ക്ലിയർ? ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ശ്രദ്ധയോടെ ഇരിക്കുക. ഇടതുവശം ചേർത്ത് എഴുതുകയാണ്. വലിയ നീളമുള്ള ഇക്വേഷൻ ആയതുകൊണ്ട് F നെറ്റ് വെക്റ്റർ F നെറ്റ് ഈസ് ഈക്വൽ ടു F12ൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളാം. 1/4πε0 Q1 Q2 R12. തൽക്കാലം ഞാൻ ഡയറക്ഷൻ ഒഴിവാക്കുകയാണ് നമുക്ക് ഇക്വേഷൻ എഴുതാനുള്ള എളുപ്പത്തിന്. പ്ലസ് അടുത്തത് F13 1/4πε0 Q1 Q3 R13 പ്ലസ് നെക്സ്റ്റ് 1/4πε0 Q1 Q4 R14 പ്ലസ് തീർന്നില്ല. അടുത്ത ടൈം 1/4πε0 Q1 Q5 R15 പ്ലസ് ലാസ്റ്റ് ടൈം 1/4πε0 Q1 Q6 R16. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എല്ലാ ടേമിലും 1/4πε0 കോമൺ ആണ്. അപ്പോൾ അത് പുറത്തെടുക്കാം. ദെൻ
എല്ലാ ടേമിലും Q1 കോമൺ ആണ്, അതും പുറത്തെടുക്കാം. അപ്പോൾ അല്പം കൂടെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഇക്വേഷൻ എഴുതിയാൽ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു Q1 ബൈ 4πε0 ഇൻറ്റു Q2 ബൈ R12 പ്ലസ് Q3 ബൈ R13 പ്ലസ് Q4 by R14 plus Q5 by R15 plus Q6 by R16. ശരിയല്ലേ? റൈറ്റ്. അപ്പോൾ ഞാൻ ഈ എഴുതിയ ഇക്വേഷൻ ഇത് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വെച്ച് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ. ഇതിന് ഞാൻ സമ്മേഷൻ സിമ്പിൾ ഉപയോഗിച്ചൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കാണിക്കാം. ശ്രദ്ധിച്ചോളുക. Net force F net is equal to Q1 by 4πε0, then sum over I is equal to 1 to 6. നമ്മൾ തൽക്കാലം ഈ ഇക്വേഷൻ്റെ മാത്രം സമ്മേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള സിമ്പിൾ ഇക്വേഷനാണ് എഴുതുന്നത് കേട്ടോ. സമ്മേഷൻ 1 to 6 QI by R1I. ശരിയല്ലേ? സമ്മേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നതെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ ഐയുടെ വാല്യൂ 1 മുതൽ 6 വരെ വേരി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യം 1 കൊടുക്കണം ഐക്ക്. അപ്പോൾ Q1 ബൈ R1 2 മുതലാണ് വേരി ചെയ്യുന്നത് അല്ലേ? സോ ദർ ഇസ് എ മിസ്റ്റേക്ക്. 2 to 6 ആണ് വേരി ചെയ്യുന്നത്. കാരണം നമ്മുടെ ടൈമിൽ 2 മുതലാണ് വേരി ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഐക്ക് 2 കൊടുക്കുക. അപ്പോൾ Q2 ബൈ R12 എന്ന് കിട്ടും. Q2 ബൈ R12. അതിനുശേഷം ഐക്ക് 3 കൊടുക്കുക. അപ്പോൾ Q3 ബൈ R13 എന്ന് കിട്ടും. Q3 ബൈ R13. അങ്ങനെ അപ് ടു 6 ആയതുകൊണ്ട് ഈ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റിലെ മുഴുവൻ ടേംസും ഈ സം ഓവർ സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫിഗർ അനുസരിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വഴി നമ്മൾ കണ്ടെത്തിയ നെറ്റ് ഫോഴ്സ്, Q1 അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. റൈറ്റ്. പക്ഷേ ഇത് ജനറൽ ഇക്വേഷൻ അല്ല. കാരണം ഒരു സിസ്റ്റം ഓഫ് ചാർജിൽ 6 ചാർജുകൾ മാത്രമേ ഉള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ n നമ്പർ ഓഫ് ചാർജുകൾ കാണും, ഒരുപാട് ചാർജുകൾ കാണും. അപ്പോൾ നമുക്കിതിനെ ഈ ഇക്വേഷൻ നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് എഴുതുകയും വേണം. അപ്പോൾ ജനറൽ ഇക്വേഷനായിട്ട് നമ്മൾ എഴുതിയാൽ വി കുഡ് റൈറ്റ് നെറ്റ് ഫോഴ്സ് എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു, ഏറ്റവും സിമ്പിളായി എഴുതിയാൽ F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് അങ്ങനെ പോയി Fn എന്നെഴുതാം. അതല്ലെങ്കിൽ സമ്മേഷൻ സിമ്പിൾ ഉപയോഗിച്ച് എഴുതിയാൽ ഇവിടെ Q1 എന്നുള്ളതിന് പകരം ജനറലായിട്ട് നമ്മൾ Q എന്നങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു ചാർജ് Q എന്ന്. അപ്പോൾ നമുക്ക് എഴുതാം F നെറ്റ് ഇസ് ഈക്വൽ ടു Q ബൈ 4πε0 സം ഓവർ I is equal to 1 to n QI by R1I. This is the equation. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിലൂടെ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ. ഇവിടെ കൺഫ്യൂഷനൊന്നും വേണ്ട. നമ്മുടെ പോയിൻ്റ് Q1 പകരം ഞാൻ Q എന്ന് കൊടുത്തു. അപ്പോൾ സിസ്റ്റം ഓഫ് ചാർജിലെ ആദ്യത്തെ ചാർജിന് നമുക്ക് Q1 എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് ഇവിടെ I കൊടുത്തത്. 1 മുതൽ n വരെ എന്നുള്ള വേരിയേഷൻ വന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഇത്രയും ഈ ഭാഗം ഈ ഇക്വേഷൻ എഴുതിയാൽ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി, ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. റൈറ്റ്. അപ്പോൾ പരീക്ഷയ്ക്ക് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് ചെയ്യാനും പറഞ്ഞൊരു ചോദ്യം വന്നാൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. അതിനുശേഷം ഒന്നുകിൽ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ, ഈ രണ്ടിലേതെങ്കിലും ഇക്വേഷൻ എഴുതണം. പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമാണ് ഇവിടെ കാണുന്ന ഈ പ്രൂഫ് നമ്മളിങ്ങനെ ചെയ്യേണ്ടി വരിക. ഈ ഫിഗർ വരയ്ക്കുക, ഈ പ്രൂഫും ചെയ്യുക. റൈറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 പ്രധാനപ്പെട്ട ലോകൾ നമ്മൾ പഠിച്ചു. ഒന്ന് കൂളംസ് ലോ, മറ്റൊന്ന് ഇന്ന് പഠിച്ച പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇത് രണ്ടിനും എന്ത് പ്രാധാന്യമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ക്ലാസ് എടുത്തപ്പോൾ കൂളംസ് ലോ മാത്രമായി ഒരു ക്ലാസ്സാണ് എടുത്തത്. അതുപോലെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. കാരണം അത് അത്രയും പ്രാധാന്യമുള്ള ഒരു 2 ലോകളാണ്. അതിന് കാരണം ഈ വാചകങ്ങളാണ്. ശ്രദ്ധിക്കൂ. ഓൾ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്
is basically a consequence of Coulomb's law and the superposition principle. മുഴുവൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന ബൃഹത്തായ മുഴുവൻ അറിവുകളും ഈ രണ്ട് നിയമങ്ങളുടെ കോൺസിക്വൻസുകളാണ്. അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് കൂളംസ് ലോയുടെയും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെയും വെവ്വേറെ ആയിട്ടോ കമ്പൈൻഡ് ആയിട്ടോ ഉള്ള ഇഫക്റ്റായിട്ട് കാണാൻ പറ്റും. ഒട്ടുമുക്കാൽ കാര്യങ്ങളും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഈ രണ്ട് ലോകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ അത്രയും പ്രധാനപ്പെട്ട ലോ ആണെന്ന് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നന്നായിട്ട് പഠിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കാം. പഠിച്ചതിന് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.